ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അനീഷിൻ്റെ പിയർ, അനുമോളുടെ പിയർ, അവർ തമ്മിലുള്ള കച്ചറകൾ ഗ്രൂപ്പിൽ. അനീഷിൻ്റെ പിയർ ഗ്രൂപ്പിൽ അനീഷിൻ്റെ അനിയനും കൂടിയുള്ള അനിയൻ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അനുമോൾക്കെതിരെ അനുമോളെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ചർച്ചകൾ, അനുമോളുടെ മുമ്പുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് വരെ അവിടെ കാര്യമായി ചർച്ചകൾ നടക്കുന്നു. അത് അനുമോളെ ബിഗ് ബോസിൽ തകർത്ത് തരിപ്പണമാക്കും, അനുമോളുടെ ഭാവിയെ ബാധിക്കും. അതേപോലെ ആദിലേനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട്, അതായത് അനീഷിന് കിട്ടാനുള്ള വോട്ട് ആദിലേക്ക് വേറെ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആദിലേനെ കൊണ്ട് പുറത്താക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റുള്ള ഒറ്റയ്ക്കാവൂലേ, ആര് 100 ഒറ്റയ്ക്കാവൂലേ, ആദില 100 ഒറ്റയ്ക്കാവൂലേ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആദിലേനും നൂറേനും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഒരു കളിപ്പാവയാണ് അനുമോള്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ആദില പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ 100യുടെ അടുത്ത് കൂടുതൽ ഒട്ടും അനുമോള്. അത് അനുമോള് ഒറ്റയ്ക്ക് നിൽക്കുന്ന ലെവലിലുള്ള സാധനം മാറൂലേ, വൈബ് മാറും. അപ്പോൾ അനുമോളെ ആളുകൾക്ക് ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ ഇഷ്ടം കുറഞ്ഞു വരും. അങ്ങനെ അനുമോളെ നമുക്ക് മൊത്തത്തിൽ ടാർണിഷ് ചെയ്യാൻ സാധിക്കും, അനുമോളുടെ ഗെയിമിനെ അത് ബാധിക്കും. അല്ലെങ്കിൽ ഇതൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ ആർമി അല്ലെങ്കിൽ PR ടീം അനീഷിൻ്റെ PR ടീമിനെതിരെ അല്ലെങ്കിൽ അനീഷിൻ്റെ ഫാൻസിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിൽ മുഖ്യ കക്ഷിയാണ് അനുമോളുടെ ചേച്ചി, അല്ലേ, പെങ്ങൾ, ചേച്ചി അനിയത്തി പെങ്ങൾ, അല്ലേ. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിഷയം. എൻ്റെ കേസ് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനേക്കാൾ എത്രയോ വലിയ സംഭവങ്ങൾ ഇതിന് മുമ്പുള്ള സീസണുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആകാശം മൊത്തം ഇടിഞ്ഞ് വീഴുപ്പോൾ എന്നുള്ള ലെവലിൽ നിന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണ്ടായിരിക്കും, അല്ലേ. വൻ രീതിയിലുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ഇടപെടലുകൾ ആർമിക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവണം, അല്ലാണ്ട് നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പലത് ആരോപണങ്ങളാകും. പിന്നെ ഇത് മാത്രമല്ല, ഇതിനെയൊക്കെ വേറെ കുറേ സത്യങ്ങളുണ്ട്, ഇതിൽ വേറെ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ അനീഷും അനുമോളാണല്ലോ ഇവിടുത്തെ അവസ്ഥ. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സാബുമാനൊക്കെ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിക്കട്ടോ. അതുപോലെ ജിഷിൻ എന്തുകൊണ്ട് പുറത്തായി, അഭിലാഷ് എന്തുകൊണ്ട് പുറത്തായി, ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാത്ത കുറേ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. PR ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി, ബിഗ് ബോസും ഇതിന് ഉത്തരവാദിയാണ്. അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു വെറുതെ ഇങ്ങോട്ട് ഒരാളെ അവിടെ നിർത്തുമോ, വെറുതെ ഒരാളെ പുറത്താക്കുമോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ജിഷിനെ പുറത്താക്കിയോണ്ട് ബിഗ് ബോസിന് എന്താ ഗുണം? ഇനിയിപ്പോൾ ജിഷിൻ പുറത്താവുക എന്നാണെങ്കിൽ ബിഗ് ബോസ് ഇത് കണ്ടിട്ട് എന്തായാലും ആൾക്കാർ വോട്ട് ചെയ്യില്ലേ, ജിഷിൻ പുറത്താവട്ടെ എന്ന് വെച്ചിട്ട് ബിഗ് ബോസ് അങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? TRP ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലേക്ക് അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. അതിപ്പോൾ അനുമോളായിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇപ്പോൾ രേണുസുധി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. അപ്പോൾ പലർക്കും തോന്നും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ PR ടീംസിന് കൊടുത്തിട്ട് പോവാൻ ഇവരുടെ കയ്യിലുണ്ടായിരിക്കുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വെച്ച്, കാശ് കാര്യമായിട്ട് കയ്യിലില്ലാത്ത ഒരാൾക്ക് PR ഉണ്ടാവില്ലേ? അങ്ങനെ PR ഇല്ലാത്ത ഒരാൾ ബിഗ് ബോസിൽ പോവുക വിചാരിക്കുക, അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചെങ്കിൽ എന്തായിരിക്കും? അതായത് അവർക്ക് വേണ്ടിയിട്ട് പുറത്ത് PR വർക്ക് ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ട് റീൽസ് ചെയ്യാൻ, അവർക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ട് വോട്ട് അരയ്ക്കാൻ, വോട്ട് ചോദിക്കാൻ, വോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെയല്ലേ? അതായത് എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്, പുറത്ത് നമുക്കൊക്കെ നമ്മുടേതായ തിരക്കുകളില്ലേ. അതിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് PR എന്നുള്ള രീതിയിൽ നമുക്ക് കാശ് തരാത്ത ഒരവസ്ഥയാണ് വിചാരിക്കുക. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷേ എത്ര വോട്ടുകൾ കിട്ടുന്നുണ്ടായിരിക്കും. വേറെ ചില ആൾക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ കൂട്ടി പൈസ കൊടുത്തിട്ട് പോകുന്ന ടീംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരിക്കും അത് എത്ര ലക്ഷം രൂപ തരാം, ഇത് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ PR ടീമിൻ്റെ കയ്യിൽ കൊടുത്തു പോകുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അഡ്വാൻസ് കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ടീമായിട്ട് നിന്നിട്ട് ആ കണ്ടസ്റ്റൻറ്റിനെ നല്ല രീതിയിൽ പൊക്കി വിടും. അതായത് റീൽസ് ചെയ്യും, പോസ്റ്റുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇത് സംഗതികളൊക്കെ ചെയ്യും, വീഡിയോസ് ചെയ്യും, അവർ യൂട്യൂബ് ചാനൽ തുടങ്ങും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ വോട്ട് പരമാവധി കളക്ട് ചെയ്യും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് ചില ആൾക്കാർക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് ഇഷ്ടമുള്ള ആൾ നോമിനേഷനിലില്ല വിചാരിക്കുക, അപ്പോൾ അവരുടെ വോട്ട് വേറെ കണ്ടസ്റ്റൻറ്റ് മറിച്ച് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ വേറൊരാൾ പോകാൻ വേണ്ടിയിട്ട്, മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനത്തെ ഒക്കെ കളികളുണ്ടായിരിക്കും.
പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ എന്താ വെച്ചാൽ വരട്ടോ, അതായത് ഈ PR ഇല്ലെങ്കിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു സാധനം കൂടി അവിടെ ഉണ്ട് കേട്ടോ. ആ പോയിന്റിലേക്ക് അവസാനം വരാം. ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത്. ഇതറിയില്ലെങ്കിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ വലിയ കാമ്പ് ഉണ്ടാവില്ല തോന്നുന്നു. വേറൊരു സംഗതിയിൽ വരുന്നത്, ഇപ്പോൾ ബിഗ് ബോസിക്ക് സെലക്ഷൻ കിട്ടി വിചാരിക്കാം, സ്വാഭാവികമായിട്ട് PR ഇവർ അപ്രോച്ച് ചെയ്യും, PR ടീംസ്. അത് ഒരു വ്യക്തി ആയിരിക്കാം, ബാക്കിൽ ഒരു കൂട്ടം ആളുകളൊക്കെ ഉണ്ടായിരിക്കാം, അങ്ങനെ അതിൻ്റെ ലീഡ് ചെയ്യാൻ 1, 2, 3 പേരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇവർ ഓഫർ വയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും, നിങ്ങളിപ്പോൾ പൈസ തരേണ്ട, പക്ഷേ അവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് ഇവരുടെ മൈൻഡിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം. എന്ത്, അവിടെ പോയിട്ട് ഇപ്പോൾ ഒരു 50 ദിവസത്തിന് മുകളിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഇത്ര ശതമാനം പൈസ ഞങ്ങൾക്ക് തരണം എന്ന്. അപ്പോൾ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു 10% പൈസ കൊടുക്കാമെന്നായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു 25%, 20%, അത് ഇറ്റ് ഡിപ്പെൻസ്, ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും ഒരേ കാശല്ല കിട്ടണത്, അല്ലല്ലോ. ചിലവർക്ക് ആഴ്ചയിൽ 30,000 രൂപയാണെങ്കിൽ ചിലവർക്ക് ആഴ്ചയിൽ 50,000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതും ഫിക്സഡ് ആയിട്ട് കിട്ടണതല്ല, ഇത് കൂടി വരും, എന്തായാലും കുറയൂല, കൂടി വരും. ഇപ്പോൾ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു 30,000 രൂപ കിട്ടുന്നൊരവസ്ഥയിലാണ് വിചാരിക്കുക. തുടക്കത്തിൽ അവർ കണ്ടൻറ്റ് അവിടെ കൂടുതൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 30,000 ഉള്ളത് 35,000, 40,000, 50,000, 70,000, 75,000, 90,000, 1,00,000 എന്നൊക്കെ കൊണ്ട് കൂടി വരും. ഇപ്പോൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നിൽക്കുന്ന പല ആളുകൾക്കും 95,000 ഒക്കെ ഒരാഴ്ചയിൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ക്ലിയർ ഉണ്ട്. അപ്പോൾ ഇവർ പറയും ഒരു 50 ദിവസം അല്ലെങ്കിൽ 60 ദിവസമൊക്കെ 50 ദിവസത്തിന് മുകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ പൈസ ഇങ്ങനെ കൂടി വരുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത്ര ശതമാനം പൈസ കൊടുക്കുന്ന എഗ്രിമെൻറ്റ് വെച്ചിട്ട് അവർ അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക, ആ ഒരു ഒക്കെ രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ PR ടീംസ് നല്ല രീതിയിൽ പണിയെടുക്കും, മനസ്സിലുണ്ടോ. അപ്പോൾ ഇവിടെ അനുമോളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അനുമോൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ആളുകളുടെ ഒരാൾ അനുമോൾ. അപ്പോൾ അനുമോൾ ഇപ്പോൾ ഒരു 10%, 20% പറഞ്ഞിട്ട് PR ടീംസിന് ഏർപ്പാടായി കൊടുത്തിട്ട് വന്നിട്ട് പൈസ കൊടുത്താൽ മതി. ഓക്കെ, അതിപ്പോൾ അനുമോളിൽ ആരായാലും. അപ്പോൾ PR നല്ല രീതിയിൽ പണിയെടുക്കുമ്പോൾ അതിലൊരു സംശയമില്ലല്ലോ, നല്ല കാശാണ് കിട്ടണത്. ഇനിയിപ്പോൾ അനീഷിൻ്റെ കാര്യം എടുക്കുക. അനീഷും ഇതുപോലെ ഇപ്പോൾ അനീഷിനെ PR ടീംസ് അപ്രോച്ച് ചെയ്ത് വിചാരിക്കാം. ഇപ്പോൾ പറയുകയാണ് ഇത്ര ദിവസം കിട്ടിയെങ്കിൽ ഇത്ര ശതമാനം കിട്ടും. അനീഷിന് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വലിയതൊന്നുമില്ല, ഒരു ആഴ്ചയിൽ എന്തോ 30,000, 35,000, 30,000, 25,000 അങ്ങനെ എന്തോ റേഞ്ചിലാണ്. കാരണം കോമണറും കൂടിയാണ്. കോമണർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ പൈസ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, പക്ഷേ അനീഷിന് ഇപ്പോൾ അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടുന്നുണ്ട്. 10, 70, 75 ഉറുപ്പിയൊക്കെ ഏകദേശം. കറക്റ്റായിട്ടൊന്നും അത് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ബിഗ് ബോസ് നമ്മുടെ അമ്മാമനൊന്നല്ലല്ലോ കറക്റ്റ് ഡാറ്റ നമുക്ക് പറഞ്ഞു തരാൻ ഇല്ല. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 10%, 15% കൊടുക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് ദിവസങ്ങൾ കൂടുന്തോറും ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അനീഷ് ഒരു കോമണറായിട്ട് വന്നുകൊണ്ട് അനീഷിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അനുമോളുടെ കാര്യത്തിൽ ഏകദേശം ഊഹിക്കായിരുന്നു അനുമോൾ അവിടെ നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ അനുമോളെ അറിയാവുന്നതാണ് കുറച്ച് വർഷങ്ങളായിട്ട് ആളുകൾക്ക്. അനീഷ് പുതിയ മുഖ, അനീഷ് കോമണറായതുകൊണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ എന്താ വെച്ചാൽ ഒരു പുതിയ മുഖമാണ്, അധികം ആളുകൾക്കൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ PR ടീംസ് ഇപ്പോൾ അനീഷ് നല്ലൊരു കണ്ടന്റ് മേക്കറൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ നെറ്റ്വർക്ക് ആളുകൾ കൂടെ ഉണ്ടാവും, എഫേർട്ട് കൂടെ ഉണ്ടാവും. കാരണം അനീഷ് അവിടെ നിന്നുകൊണ്ടേ ഇരിക്കുക. അനീഷ് ഇപ്പോൾ ടോപ്പിലുള്ള ഒരാളായിട്ടാണ് ഇപ്പോൾ ആളുകൾ കണക്കാക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ. നല്ല ഗെയിമർ, ഇടപെടുന്ന രീതി അടിപൊളി, നല്ല വോട്ടും ഉണ്ട് ഇല്ലേ, സംഗതി ക്ലിയർ ആവുന്നുണ്ടോ. അപ്പോൾ ഒരുപാട് പേര് അനീഷിന് വേണ്ടി പണിയെടുക്കേണ്ടായിരിക്കും, അനുമോൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അനുമോൾക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു, ഭയങ്കര മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. അനീഷിന് പക്ഷേ ഇല്ലായിരുന്നു. അപ്പോൾ അനുമോൾക്ക് നല്ല PR ടീംസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അനീഷിന് ഇതിങ്ങനെ കയറി വരുമ്പോൾ PR ടീംസിൻ്റെ സപ്പോർട്ട് കൂടി വരും ചെയ്യും. അപ്പോൾ ഇവർ തമ്മിലാണ് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം ക്ലിയറാണ്. പക്ഷേ ഹൗസിനുള്ളിൽ ഇവർ തമ്മിൽ ഒരു ഫൈറ്റൊന്നും കാര്യമായിട്ടില്ല. ഇനി പുറത്താണ് ഈ സംഭവം, പുറത്ത് നടക്കുന്നതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അനീഷ് പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ PR ഫൈറ്റ് ഇവിടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ PRൻ്റെ ഇതിലൊന്നും ഇടപെടാണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാണ്ട് അവനവന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന ചിലവർക്ക് സഹതാപത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാബുമാൻ്റെ കാര്യത്തിലെടുക്കുക. സാബുമാൻ്റെ PR നല്ല രീതിയിൽ വർക്ക് ചെയ്താലും ഇല്ലെങ്കിൽ സാബുമാന് കിട്ടേണ്ട വോട്ട് ആ ടൈമിൽ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ അറിയാം? നിങ്ങൾക്ക് മറ്റേ ഹോട്ടൽ ടാസ്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവൻ ആ വെയിലത്ത് എന്നല്ല മൊത്തം ക്ഷീണിച്ചിട്ട് മറ്റേ മുഖം മൂടിയിട്ട് നിന്ന എപ്പിസോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ദിവസം. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ഭക്ഷണം കഴിക്കണ കണ്ടപ്പോൾ വേർത്ത് കുളിച്ചിട്ടല്ലേ മുഖമൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ആ നൃത്തം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് പാവം തോന്നിയില്ലേ? അപ്പോൾ നമുക്ക് തോന്നില്ലേ ഒരു വോട്ട് അവന് കൊടുക്കാമെന്ന് തോന്നില്ലേ?
അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, അതായത് എത്ര റീൽസും ഇതൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ അത് PR ടീംസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചില ആൾക്കാർ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ സാബുവിൻ്റെ ഒരു 10 റീലാണ് പോകുമ്പോൾ ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇത് കാണുമ്പോൾ എന്നാ പോയിട്ടൊരു വോട്ട് കൊടുക്കുക, പാവം കണ്ട പാവം മോൻ, അതായത് ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ കാണുന്നത്. അപ്പോൾ ഒന്ന് കൊടുക്കും. പിന്നെ പാവമല്ലേ ആ ചെക്കൻ, ആ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്നിട്ട്, കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഒരുത്തൻ പെട്ടെന്ന് അങ്ങനെ ചാടി പോകണ്ട, അവനൊരു സാധാരണക്കാരൻ, ഈ ഒരു വൈബൊക്കെ ആളുകൾക്ക് ഒരു കഷ്ടപ്പെടുന്ന ഒരുത്തൻ അല്ലേ, അങ്ങനെ ഇരിക്കാൻ സാബുവാൻ ഇപ്പോഴും നിൽക്കണത് ക്ലിയർ ആകുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ഫീൽ ആളുകളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോഴും സാബുവാന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതാണ് അങ്ങനെ ആളുകളുടെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഗതി അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലേ അവിടെ കുറേ കാലം അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നിൽക്കും. സാബുവാന് ചിലപ്പോൾ അടുത്ത ഇതിൽ തന്നെ കയറി പോരുണ്ടായിരിക്കും കിട്ടും, അടുത്ത വണ്ടിയിൽ തന്നെ, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ജിഷിനും ഇതേപോലെ എങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊരു ഇമോഷൻ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും ജിഷിനൊക്കെ അവിടുന്ന് പുറത്തേണ്ടാവുക. കാരണം വോട്ട് കുത്താൻ തോന്നണ്ടേ. ഞാൻ പറഞ്ഞു വരുന്നത് PR ടീംസിന് ഇവരുടെ രീതിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നല്ല ആളുകളെ ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇമോഷണലി അവർ മൂവ് ചെയ്യിക്കാൻ രീതിയിൽ എന്തെങ്കിലും ഒരു റീലോ എന്തെങ്കിലും ഒരു സാധനം ഇടാനുള്ള ഒരു കണ്ടൻറ്റ് ഇവർ ഉണ്ടാക്കണ്ടേ. അത് ഇവർ മോശമായതുകൊണ്ടല്ല, ജിഷിനും അഭിലാഷും മോശമായതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ പറയല്ലോ മറ്റ് കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ഇഫക്റ്റിനേക്കാൾ കൂടുതലൊരു ഇഫക്റ്റ് അതിപ്പോൾ അതിഭാവുകത്വമോ അതിവൈകാരികതയായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഗതിയായിരിക്കും. അത് ഉണ്ടാക്കാൻ ജിഷിനും അഭിലാഷിനും പറ്റാത്തതുകൊണ്ടായിരിക്കും ആ വോട്ട് കിട്ടാണ്ടിരുന്നിട്ട് ഇവർ പുറത്ത് പോകണത്. സംഗതി ഞാൻ പറയുന്ന സംഗതി പോയിൻ്റ് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ സാബുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല, ഇപ്പോൾ ഒരാൾ 9 to 5 ജോബുള്ള ഒരാളെ വിചാരിക്കുക, അപ്പം അയാൾ ഇപ്പോൾ കൂലിപ്പണി എടുക്കുന്ന ഒരാൾ വിചാരിക്കുക, അങ്ങനെ ആയിരിക്കുക. അപ്പോൾ അയാൾ കഷ്ടപ്പാട് ഇതൊക്കെ വെച്ചിങ്ങനെ വരച്ച് ഒരാൾ വയർത്ത് കുളിച്ചിട്ട് ഇങ്ങനെ നിൽക്കണമോ, പുറത്ത് നിന്നിട്ട് ഭക്ഷണം കഴിക്കണം, അപ്പോൾ അയാൾക്ക് സാബുവാനല്ലേ ഇങ്ങനെ ഒരുത്തണ്ടില്ലേ, അവനൊന്നാണ്ട് കൊടുക്കും, ഒരു വോട്ടാണ് ഇട്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു 1000 വോട്ട് കിട്ടി വിചാരിക്കുക, സാബുവാൻ അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അല്ലാണ്ട് ഒരാൾ നല്ല ഗെയിമർ ആവണമെന്നൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ബിഗ് ബോസിൻ്റെ. പിന്നെ ചിലവർ നല്ല ഗെയിമർ ഇതൊക്കെ ആയിരിക്കും, പക്ഷേ വോട്ട് കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ ജിഷിന് കണ്ടോ, അടിപൊളിയാണ്, നല്ല മനുഷ്യന് അടിപൊളിയായിട്ട് അവൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവൻ്റെ പേഴ്സണാലിറ്റി ഒരുപാട് മാറ്റം വന്നു ബിഗ് ബോസിൽ നിൽക്കുന്നതിനനുസരിച്ചിട്ട് ആ ദിവസങ്ങളിലൊക്കെ. പക്ഷേ എന്തായെന്ന് വെച്ചാൽ വോട്ടില്ല, അതാണ് ആളുകൾക്ക് കണ്ട് കണക്റ്റ് ആവണില്ല, അതാണ് വിഷയം. കാരണം ബാക്കി കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ 17 കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനിടയിൽ ഒരാളാണ്. അപ്പോൾ ഒരു വോട്ട് കുത്തുമ്പോൾ ഒറ്റ വോട്ട് ഇത് എല്ലാവർക്കും കൂടിയും നിരത്തി കുത്താൻ പറ്റില്ലല്ലോ, ഒരു ദിവസം ഒരു വോട്ടല്ലേ കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഈ ഒരു സാധനം ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ അനീഷിൻ്റെ ആർമി, അനുമോളുടെ ആർമി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ PR ടീംസ് അവർ വർക്ക് ചെയ്യും. അതിങ്ങനെയുള്ള കോൺട്രവേഴ്സികളൊക്കെ എല്ലാ കൊല്ലം ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇത് ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് അവരെല്ലാ കാര്യങ്ങളും ചൊറിയും ആളുകൾ, അത് ചെകഞ്ഞെടുക്കും. അത് അവർക്ക് എങ്ങനെയെങ്കിലും ആ കണ്ടസ്റ്റൻറ്റിനെ അടുത്തതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ആലോചിക്കണത് ഇത് എത്ര എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. ഇത് തമാശ പറഞ്ഞ് അങ്ങനെ ഏറ്റിടുക. അതായത് അനീഷും അനുമോളും ശക്തരായ കോണ്ടസ്റ്റൻസാണ്. അപ്പോൾ അവർ തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റ് എന്നൊക്കെ അവരിത് അറിയാനുണ്ടോ കൂടി ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അനീഷിന് ഇപ്പോൾ എല്ലാ സീസണിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2 പേര് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട റൈവൽസിനെ പോലെ അവിടെ കോമ്പീറ്റ് ചെയ്യും. ഇക്കൊല്ലം അങ്ങനെ 2 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഉണ്ടോ? നമുക്ക് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അനീഷ് അനുമോളാണ് നല്ല പവർഫുള്ളായ 2 കണ്ടസ്റ്റൻസിന് കണ്ടൻറ് ഉണ്ടാക്കുന്ന ആളുകൾ എന്നിട്ട് ഇതിലവിടെ നിൽക്കുകയാണെങ്കിലും അത് അവരിങ്ങനെ ഭയങ്കര റൈവൽസായിട്ട് എനിക്ക് തോന്നിയില്ല ഗൈസ്. അനീഷിൻ്റെ ഗെയിം കളിക്കണം, അനുമോളുടെ ഗെയിം കളിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പുറത്ത് അനീഷും അനുമോളും ആർമി തമ്മിൽ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അനുമോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ആ കണ്ടൻറ്റ് തന്നെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വോട്ട് മറിയും. അതുപോലെ അനീഷ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന വോട്ട് മറിയും. പിന്നെ അങ്ങനെയൊക്കെ സമയത്ത് ഇവർ ഇങ്ങനെ കുരുട്ടുബുദ്ധിയൊക്കെ ഉപയോഗിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഈ 2 പേരും ടോപ്പ് 5 എത്താൻ സാധ്യതയുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പം തന്നെ ഇവരിങ്ങനെ അയ്യോ എൻ്റെ കണ്ടസ്റ്റൻറ്റ് പുറത്താവുക, അല്ലെങ്കിൽ മറ്റേ കണ്ടസ്റ്റൻറ്റ് കുറച്ച് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുക, അതുകൊണ്ട് മറ്റേ കണ്ടസ്റ്റൻറ്റിനെ ഒന്ന് താഴ്ത്തണം എന്നൊക്കെ വിചാരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ പൊട്ടത്തരാണ് എന്നാണ് ഗൈസ് എനിക്ക് പറയുള്ളത്. അപ്പോൾ അനീഷിൻ്റെ ഏതെങ്കിലും PR ടീംസോ അല്ലെങ്കിൽ അനീഷ് വോട്ട് കുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങൾ അനുമോളെ മനഃപൂർവ്വം കരിവാരത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണ വലിയ വിഡ്ഢിത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അതേപോലെ അനുമോളിൻ്റെ ടീംസ് ആരെങ്കിലുമൊക്കെ അനീഷിൻ്റെ ആർമിയെ ചൊറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ്. നിങ്ങളെ പണി എടുത്തോടി, നല്ല വോട്ട് കിട്ടും. അനുമോൾക്ക് നല്ല വോട്ട് കിട്ടും, അനീഷിന് നല്ല വോട്ട് കിട്ടും. ഇപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാനൊന്ന് ഒരു കാര്യം പറയാൻ ശ്രമിക്കട്ടെ കേട്ടോ. ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോട് എതിരഭിപ്രായമുള്ള ആളുകളുണ്ടായിരിക്കും, ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാനൊരു സാധാരണ മനുഷ്യൻ്റെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ അനീഷ്, ഞാൻ വോട്ട് ചെയ്യുമ്പോൾ സാധാരണ ഒന്ന് അനീഷിനും അതേപോലെ തന്നെ അനുമോൾക്ക് ചില ദിവസമൊക്കെ അനുമോളുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ അനുമോൾക്കും ഒന്ന് കൊടുക്കും, വോട്ട് കൊടുക്കും. അതേപോലെ തന്നെ ചില സമയത്ത് ചില ആളുകളുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് വോട്ട് അവിടെ കുത്താൻ വേണ്ടിയിട്ടൊക്കെ തോന്നും. ഞാൻ രേണുസുതിക്കൊക്കെ പോകുമ്പോൾ വോട്ട് വെറുതെ കൊടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നേക്ക് റിഗ്രറ്റ് തോന്നി, ഒരാവശ്യമില്ലായിരുന്നു. കാരണം അവർക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ല, പിന്നെ അപ്പം നമ്മൾ വെറുതെ വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ അനീഷിനും വോട്ട് കിട്ടും, അനുമോൾക്കും വോട്ട് കിട്ടും, ഒക്കെ കിട്ടും. വെറുതെ അതിനിടെ കയറിയിട്ട് ഇപ്പം അനീഷിൻ്റെ ആർമിക്കാർ അനുമോളെ ചൊറിഞ്ഞുകൊണ്ടോ അനുമോളുടെ ആർമി ചൊറിഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ അനുമോളെ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അനുമോളെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടോ, അതേപോലെ അനുമോളുടെ ആർമി അനീഷിനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടോ മറ്റേ ഫാൻസിനെ വെറുപ്പിക്കാൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല തോന്നുന്നു. അങ്ങനെ എത്തിയിട്ടില്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. എനിക്ക് വന്നത് രണ്ടുപേരും ഒരു അതായത് അവരെന്തായാലും സ്ഥിരമായിട്ട് അവിടെ നിൽക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അനുമോൾക്ക് അനീഷിന് വോട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും അവിടെ വോട്ട് കിട്ടണത്, ആർക്കും അവിടെ വോട്ട് മാറിയണത് ഒന്ന് ആലോചിച്ച് നോക്കി. അവർ തന്നെ അവിടെ കാര്യമായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കണത്. അതിലിപ്പോൾ ഒരാൾ അനീഷ് നോമിനേഷനില്ല അല്ലെങ്കിൽ അനുമോൾ നോമിനേഷനില്ല വിചാരിച്ചിട്ട് അപ്പം എന്തായിരുന്നു വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവനവൻ്റെ പണി ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വോട്ട് മറിച്ച് കൊടുക്കണമെന്നൊക്കെ ഉണ്ടോ. പിന്നെ ആദിലയുടെ കാര്യം, അതാണ് ആ പോയിന്റ് ഞാൻ അതിൽ മറന്നുപോയത്. ആദിലേക്ക് അധികം വൈകാണ്ട് അവിടുന്ന് പുറത്താവും. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആദില ഫാൻസിൻ്റെ കളിയാവാനായിരിക്കും തോന്നണത്. അതായത് ആദില ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ആദില അത്ര വലിയ ഗെയിമറും അല്ല, അത്ര വലിയ രീതിയിൽ വോട്ട് കുത്താൻ തോന്നണമില്ല. ഇപ്പോൾ നമ്മൾ ആദില നൂറേനെ രണ്ടുപേരും ഇവിടെ കാണുമ്പോൾ നമുക്ക് നൂറൊക്കെ വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കും, ആദിലൊക്കെ വോട്ട് ചെയ്യാൻ തോന്നുന്നവരുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. എനിക്ക് തോന്നലില്ല, അല്ല എനിക്ക് തോന്നണ പോലെ നിങ്ങൾക്ക് തോന്നണമെന്നില്ല കേട്ടോ. നൂറ് ആദിൽ ഒക്കെ അവിടെ നോമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വോട്ട് ഒരു ദിവസം ആദിലേക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നലുണ്ടോ? എനിക്ക് തോന്നില്ല. അവളെന്താ കളിച്ചറ അവിടെ നൂറൊക്കെ ഒരു പക്ഷേ വോട്ട് ചെയ്യാൻ തോന്നും. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിൽ സ്വാഭാവികമായിട്ട് പോവേണ്ടവളാണ്, അവൾ പോകൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദിലയുടെ ഫാൻസിൻ്റെ ആദില പി ആറിൻ്റെ പരിപാടിയാണ് തോന്നുന്നത് ഈ അനീഷിൻ്റെ അനുമോളുടെ പി ആർ ടീംസിനെ വലിയൊരു കത്തറുണ്ടാക്കുക എന്നുള്ളത്. എനിക്കതാ തോന്നുന്നത് കേസ്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു സാധ്യത ഇല്ലേ എന്ന് വെച്ചാൽ എന്തായാലും ആദില പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ തോന്നുകയാണോ, അയ്യോ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചാൽ അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ആദിലേനെ മനഃപൂർവ്വം പുറത്താക്കാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ ടീംസ്, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്ന് ഉദ്ദേശിക്കണേ, അനീഷിൻ്റെ ഫാൻസ്, അനീഷിൻ്റെ പി ആർ ഗ്രൂപ്പ് അവർക്ക് അനീഷിന് കിട്ടേണ്ട വോട്ട് ആദിലേക്ക് മറിച്ചു കൊടുക്കണോ എന്നൊരു സംഗതി കഥ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് ആ ഒരു കഥേനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അനുമോളെ കരുവായിരുത്തേക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കണമെന്നാക്കിയിട്ടുണ്ടെങ്കിൽ അനുമോളിൻ്റെ ആൾക്കാർ ഇളകും. അപ്പോൾ ഇവർ തമ്മിൽ കച്ചറയിക്കോളും. അതിനിടയിൽ ആദില അയ്യോ പാവം ആദിലിനെ മനഃപൂർവ്വം പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കണമില്ലേ എന്നല്ല ജനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ആദിലേക്ക് കുറച്ച് വോട്ട് കിട്ടുമല്ലോ, അങ്ങനെ ആദിൽ സേഫ് ആകുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും അല്ലേ. എനിക്ക് ഇങ്ങനെ ഒരു കളിയായിട്ടാണ് കേസ് തോന്നുന്നത്. അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, ഞാനെൻ്റെ ഒരു കുരുട്ടുബുദ്ധി വെച്ചിട്ട് പറയണതാണ്. അതൊരു കാര്യമില്ല കേസ്, എന്താ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആയി പോയി. ഞാനതൊരു 10 മിനിറ്റിനുള്ളിലൊക്കെ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ കയറിപ്പോയി, നമുക്ക് നോക്കട്ടെ ഇത് എത്രത്തോളം ഫോൺ നോക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അപ്പം പറയാൻ തോന്നണം. ഇപ്പം നമ്മൾ സംഭവം ഇങ്ങനെ മത്സരം ഇങ്ങനെ കൊഴുത്ത് വരുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ബിഗ് ബോസിൽ. എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണത്? നമ്മൾ ഒന്ന് പുകയേണ്ട ടൈം ആയിട്ടില്ല. വഴിയെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കടെ ഒരു വൈച്ചരി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയുക ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇപ്പം തന്നെ കച്ചറ ഓടേണ്ടത്? ആക്കാനുള്ളൊരു ടൈമൊക്കെ ആയോ? അങ്ങനെ ഒരു അവസ്ഥ ആയോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.